മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, അടുത്ത മാസം നമ്മൾ ഫസ്റ്റ് ടൈം എക്സാം, അതായത് ഓണപ്പരീക്ഷ വരികയാണ്. ആ ഓണപ്പരീക്ഷ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു പകുതി ഭാഗം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ചില കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്ററിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ചിലപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ വേറെ വഴികളായിരിക്കും, ചിലപ്പോൾ ഇവിടെ പഠിച്ചത് വേറെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ട്യൂഷനിൽ പോയത് വേറെ രീതികളായിരിക്കും. അപ്പൊ ഏതൊക്കെ രീതിയാണെങ്കിലും ആൻസർ ഒന്നേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തമ്പിൽ കാണുന്ന പോലെ ഈ ചോദ്യം പല വഴികൾ, ഉത്തരം ഒന്ന് മാത്രമുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു ചോദ്യം വന്നാൽ പ്രോബ്ലം ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യാ, മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം ഉറപ്പാണ്. അതോടൊപ്പം മാർക്കും ഉറപ്പാണ്. ഇത് ഞാൻ തരുന്ന വാക്കല്ല, സൈലം തരുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധ. ഞാൻ നിങ്ങളെ ആവാഹിച്ചെടുത്തു. സാറെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ പറയൂ, ചോദ്യം പറയൂ. അതല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ ശരിക്കൊന്ന് വായിച്ചേ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ്. സാറ് ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കിയിട്ട്, ഗ്രാഫിന് അല്ലെങ്കിൽ ഈ ഒരു വേവ്, ഈ ഒരു തരംഗത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം വന്നാൽ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം തന്നെ എടുത്തത്. അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ ഇതോടുകൂടി തീർക്കണം. അപ്പൊ എല്ലാവരും കണ്ട് ശ്രദ്ധിക്കാൻ നോക്കിക്കൊള്ളുന്നതാണ്. 3 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന 2 തരംഗങ്ങളുടെ ഗ്രാഫിക് ചിത്രീകരണം നൽകിയിരിക്കുന്നു. ഓരോ തരംഗത്തിന്റെയും ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം എന്നിവ കണ്ടെത്തുക. ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ വെച്ചാൽ, അപ്പൊ പല വഴികളുടെ ഉത്തരം എന്തായിരിക്കണം, ഒന്നെന്നെ ആയിരിക്കണം. അപ്പൊ നോക്കുക, എ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഇല്ലസ്ട്രേഷൻ ഓഫ് 2 വേവ്സ് ട്രാവലിംഗ് സ്പീഡ് 3.2 മീറ്റർ/സെക്കൻഡ് ഈസ് ഗിവൺ തന്നിട്ടുണ്ട്. അപ്പൊ ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി, പീരിയഡ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ഈച്ച് വേവ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ വേവ് ഞാനൊന്ന് സൂം ചെയ്യട്ടെ, കണ്ടോളൂ. ഈ ഒരു വേവ് എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്. ഇതിന്റെ ഹൈറ്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്നൊക്കെ പറയാം. അതൊന്നും ഇവിടെ ചോദ്യമല്ല. ഇനി ഇതാണ് ഒരൊറ്റ വേവ്, ഇത് രണ്ടാമത്തെ വേവ്, ഇത് മൂന്നാമത്തെ വേവ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നമുക്ക് സമയമാണ്. ഇവിടെ 0, 4, 8, 12, 16, 20, 24 എന്നൊക്കെ പറഞ്ഞ സമയമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രാഫ് ഇതേപോലെ തന്നെ ചെറിയ വേവ് ലെങ്ത് ആണ്, ചെറിയ തരംഗദൈർഘ്യം. അതായത് ഈ വേവ് ലെങ്ത് പറഞ്ഞാൽ 1 സെക്കൻഡിനോട് ഇവിടെ എത്തിച്ചേരുന്നു. ഇവിടെ ഒരു വേവ് എത്തുന്നത് 8 സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടെത്തണം? ഫ്രീക്വൻസി, പീരിയഡ്, വേവ് ലെങ്ത്, ഈ 3 കാര്യം കണ്ടെത്തണം. ഇപ്പൊ തന്നെ ചില കുട്ടികൾക്ക് നോക്ക്, ഇവിടെ സാറെ സമയമാണ് തന്നത്, ഇവിടെ എത്ര വേവ് ഉണ്ട്, അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? അപ്പൊ ആ കൺഫ്യൂഷനൊക്കെ ഞാൻ തീർക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ, അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, പരീക്ഷയ്ക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 2 വേവ് കട്ട് ചെയ്തിട്ട് 2 ഭാഗങ്ങളാക്കി മാറ്റി. 2 വേവ് കട്ട് ചെയ്തിട്ട് 2 ഭാഗങ്ങളാക്കി മാറ്റി. എന്നിട്ട് ആദ്യത്തെ വേവും രണ്ടാമത്തെ വേവിന്റെയും, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിള് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഞാൻ ഇതിന്റെ പീരിയഡ് കാണണം. ആദ്യം എന്താ കാണുന്നത്? പീരിയഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T. അപ്പൊ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ആളുകൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. T ഈസ് ഈക്വൽ ടു എന്താണ്? t/n. അപ്പൊ ഇവിടെയും t/n. ചില ആളുകൾ പീരിയഡ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ചത്. അപ്പൊ ഞാൻ ആദ്യം ഒരു രീതി പറഞ്ഞുതരാം. ഇനി അതല്ലാതെ ഒറ്റടിക്ക് ആൻസർ കണ്ടെത്താല വഴിയൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ ഇതൊന്ന് പറയട്ടെ. അപ്പൊ T ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? T ഈസ് ഈക്വൽ ടു പീരിയഡ് കാണാൻ ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു t/n എന്നാണ്. അങ്ങനെയെങ്കിൽ t എന്ന് പറഞ്ഞാൽ സമയമാണ്, എന്താണ്? ടൈമാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ് അല്ലെങ്കിൽ ഓസിലേഷൻ, തരംഗങ്ങളുടെ എണ്ണം. ഇത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. നോക്കി നോക്കൂ, ഇത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? തരംഗങ്ങളുടെ എണ്ണം ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താം, സമയവും നമുക്ക് കണ്ടെത്താം. അപ്പൊ സമയം കണ്ടെത്താൻ പറഞ്ഞത് അവിടെ 24 സെക്കൻഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഗ്രാഫിലോ സമയം എത്രയാണ്? 6 സെക്കൻഡാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ T ഈസ് ഈക്വൽ ടു t/n. T എന്ന് പറഞ്ഞാൽ t എന്ന് പറഞ്ഞാൽ സമയം. ഇവിടെ എത്രയാണ്? 24 സെക്കൻഡ് ബൈ എത്ര തരംഗമുണ്ട്? 1, 2, 3. അതായത് എന്ത് ചെയ്യാ, ഇതവിടെ നോക്കിക്കോളൂ. ഇത് ഒന്നാമത്തെ വേവ്, ഇത് രണ്ടാമത്തെ വേവ്, ഇത് മൂന്നാമത്തെ. അപ്പൊ എത്ര വേവ് ഉണ്ട്? 3 വേവ് അല്ലേ. അപ്പൊ 24/3 പറഞ്ഞാല് 3/24 8 സെക്കൻഡ്. സാർ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒറ്റയടിക്ക് ആ ഗ്രാഫ് ഒന്ന് കണ്ടെത്തിക്കൂടെ? അത് ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. ഇപ്പൊ ഒന്ന് ക്ഷമി എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ. ഇതാ അപ്പൊ നോക്കുക. അപ്പൊ T ഈസ് ഈക്വൽ ടു പീരിയഡ് കണ്ടെത്തി. എന്താണ്? t/n ഈസ് ഈക്വൽ ടു 24/3 8 സെക്കൻഡ് കിട്ടി. ഇവിടെ ആണെങ്കിലോ T എന്ന് പറഞ്ഞാൽ സമയം എത്രയാണ്? 6 സെക്കൻഡ്. അപ്പൊ ഞാൻ ടീന്റെ സ്ഥാനത്ത് 6 എന്ന് കൊടുത്തു. ബൈ നമ്പർ ഓഫ് വേവ്സ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് വേവ്സ് 6. 6/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1 സെക്കൻഡ്.
ഇപ്പോൾ പീരീഡ് കിട്ടിയല്ലോ, ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. പീരീഡ് കിട്ടിയില്ലേ മക്കളെ? പീരീഡ് കിട്ടിയില്ലേ? സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ? സെറ്റ്. വേറെ ഈസി വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം, ക്ഷമിക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പീരീഡ് കണ്ടെത്തി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വരയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു പീരീഡ് കണ്ടെത്തി. ഇനി അടുത്ത നമുക്ക് എന്താണ് കാണേണ്ടത്? അടുത്ത നമുക്ക് ഏത് കാണാം? ഫ്രീക്വൻസി കാണാം. എഫ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ n/t. എഫ് ഈക്വൽ ടു എന്താണ്? n/t. എഫ് ഈക്വൽ ടു എന്താണ്? n/t. അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഈക്വൽ ടു n/t, നമ്പർ ഓഫ് ഓസിലേഷൻ, നമ്പർ ഓഫ് വേവ്സ് ബൈ സമയം എന്നാണ്. അങ്ങനെയെങ്കിൽ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3. ആദ്യത്തെ ഗ്രാഫിൽ നമുക്ക് n എന്ന് പറഞ്ഞാൽ 3. ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8, 16, 24. ഇതാ 24. അപ്പൊ 24 എടുത്തു. ഈക്വൽ ടു ഇത് വെട്ടിക്കളയാം. 3 3 പ്രാവശ്യം, 24 3 8 പ്രാവശ്യം. അപ്പൊ ഇതിന്റെ ആൻസർ 1/8 എന്ന് കിട്ടി. ആൻസർ എന്താണ്? 1/8 എന്ന് കിട്ടി. കറക്റ്റ് ആണല്ലോ? ആൻസർ എന്ത് കിട്ടി? 1/8 എന്ന് കിട്ടി. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചു, 1/8. അത് ഇനി ഹരിച്ചാട് എന്ത് ചെയ്യുക? വേറെ സംഖ്യ ഒന്ന് കണ്ടെത്തേണ്ട ഒരു ഈസി മെത്തേഡ്. രണ്ട് രീതിയിൽ ഞാൻ ചെയ്തു തരും, നോക്കിക്കോ. അപ്പൊ എഫ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/t എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക, n എന്ന് പറഞ്ഞാൽ എത്ര ഓസിലേഷൻ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6 ഓസിലേഷൻ. അപ്പൊ n എന്ന് പറഞ്ഞാൽ 6. ടൈം എത്ര എടുത്ത് തന്നിട്ടുള്ളത്? ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയി ടൈം എടുത്തിയപ്പോൾ 6 സെക്കൻഡ്. അപ്പൊ ടൈം 6 കൊടുത്തു. ഈസ് ഈക്വൽ ടു 1 ഹെഡ്സ്. ഇതും ഹെഡ്സ് ആണ്. ഇപ്പൊ രണ്ടിന്റെയും ഫ്രീക്വൻസി, രണ്ടിന്റെയും പീരീഡ് നമ്മൾ കണ്ടെത്തി. രണ്ടിന്റെയും ഫ്രീക്വൻസിയും രണ്ടിന്റെയും പീരീഡും നമ്മൾ കണ്ടെത്തി. അപ്പൊ ഇപ്പൊ ചില കുട്ടികൾ പറയുന്നുണ്ടാവും, എന്ത് സാറേ, നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഈക്വൽ ടി കിട്ടിയ സ്ഥിതിക്ക് ഫ്രീക്വൻസി കാണാൻ ടി കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു 1/t വെച്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ഇങ്ങനെയും ചെയ്യുക. അതാണ്, പല വഴികളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി വഴി അത് ചെയ്യുക. അതായത് 1/t എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് കിട്ടി എത്രയാണ്? 8 സെക്കൻഡ്. അപ്പോൾ 1/8 അതന്നെയല്ലേ ഇവിടെ കിട്ടിയത്, അല്ലേ? കണ്ടില്ലേ? അതായത് എഫ് ഈക്വൽ ടു 1/t എന്നാണ്. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 8 സെക്കൻഡ്. അപ്പോൾ നോക്ക് ഇവിടെ എഫ് ഈക്വൽ ടു 1/t. അപ്പോൾ 1/8 അതന്നെയല്ലേ ഇവിടെ കിട്ടിയത്. പാരി തിരിച്ച്. ഇനി ഇവിടെ ഉണ്ടാവും അതേപോലെ തന്നെ സാറ് ഇവിടെ നമുക്ക് എഫ് ഈക്വൽ ടു 1/t ചെയ്തുകൂടെ? 1/t എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 ഈസ് ഈക്വൽ ടു 1 ഹെഡ്സ്. അപ്പൊ എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ ആണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആ ഇക്വേഷൻ വെച്ച് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ നമുക്ക് കണ്ടെത്തണം. മൂന്നാമത്തെ എന്താ കണ്ടെത്തേണ്ടത്? ഇപ്പൊ ഫ്രീക്വൻസിയും പീരീഡും കണ്ടെത്തി. ഇനി അടുത്ത നമുക്ക് കണ്ടെത്തേണ്ട ഏതാണ്? അടുത്ത നമുക്ക് കണ്ടെത്തേണ്ടത് ലാംഡ, വേവ് ലെങ്ത്, തരംഗദൈർഘ്യം കണ്ടെത്തണം. അപ്പൊ അത് വരുന്ന ഇക്വേഷൻ v is equal to f lambda. ഇവിടെ ലാംഡ കണ്ടെത്താൻ ഈ എഫിനെ താഴത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു v/f. ഇക്വേഷൻ കിട്ടിയ മനസ്സിലായോ? ഹരിക്കണം എന്നുള്ള സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും, അല്ലെങ്കിൽ ഗുണിക്കണം എന്നുള്ള ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നായിട്ട് മാറും. ഇവിടെ ഇൻറ്റു എന്നാണ്. അപ്പൊ എഫിന് എന്ത് ചെയ്യും? നേരെ താഴത്തേക്ക് വരും. അപ്പൊ നമ്മൾ ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു v/f. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, അല്ലാതെ ഈ പ്രോബ്ലം ബുദ്ധിമുട്ടാണെന്ന് പറയരുത്. അപ്പൊ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാ? ലാംഡ ഈസ് ഈക്വൽ ടു v/f. v എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? v എന്ന് പറഞ്ഞാൽ 3.2 മീറ്റർ പെർ സെക്കൻഡ്. തരംഗത്തിന്, രണ്ട് തരംഗത്തിന്റെയും v നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 3.2 ബൈ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8. അപ്പൊ ഞാൻ 1/8 ഇങ്ങനെ തന്നെ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്താൽ മതി? അല്ലെ, ഒരു സംഖ്യ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്ന പോലെ തിരിച്ചിട്ട് ഗുണിച്ചാൽ പോരെ. റെസിപ്രോക്കൽ ഇട്ടാണ് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സി ഈക്വൽ ടു, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മായ്ക്കണ്ടേ, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. സി ഈക്വൽ ടു എന്ത് ചെയ്യാം? നേരെ തിരിച്ചു 3.2 ഇൻറ്റു തിരിച്ചിടുക 8/1 എന്ന് വരും. അതായത് 3.2നെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി. ബൈ 1 എന്ന് പറഞ്ഞാൽ അതന്നെ എഴുതി വയ്ക്കുക. അപ്പൊ എന്ത് കിട്ടി? അപ്പൊ ഇവിടെ എന്ത് എഴുതാം? 3.2 × 8 ഗുണിച്ച് കഴിഞ്ഞാൽ 3.2 × 8 ഗുണിക്കുക. ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പുതിയൊരു പേജ് എടുക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഒന്നുകൂടി എഴുതാണ്. ഇത് അവിടെ ഒന്ന് എഴുതാട്ടോ മക്കളെ. v is equal to f lambda. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു v/f. v എന്ന് പറഞ്ഞാൽ 3.2 ബൈ എഫ് എന്ന് പറഞ്ഞാൽ 1/8. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 3.2 ഇൻറ്റു 8/1 എന്ന് എഴുതാം. അതായത് 3.2 ഇൻറ്റു 8 എന്നാണ് അർത്ഥം. അത് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 25.6. അതൊന്ന് ഗുണിച്ച് നോക്കണം, അത്രയും മീറ്റർ ഒന്ന് ഗുണിച്ച് നോക്കണം കേട്ടോ. അതായത് ഒന്നുമില്ല, എത്ര ഉള്ളൂ? എത്രയാണ്?
8 2 16 6 ബാക്കി 1 മോട്ട് 24 25. അപ്പോൾ 25 ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ 25.6 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ഏത് ലാംഡ. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 25.6 മീറ്റർ. ഇത്ര ഇതേപോലെ ഇപ്പുറത്തും ചെയ്യണം. എന്താണ് ഇനി ആ ഡയറക്റ്റ് ഇക്വേഷൻ ഇതാണ്. ലാംഡയാണ് കാണണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. വി എന്ന് പറഞ്ഞാൽ 3.2 മീറ്റർ പെർ സെക്കൻഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈക്വൽ ടു 3.2 മീറ്റർ. അപ്പൊ രണ്ടാമത്തെ തരംഗത്തിന്റെ ലാംഡ കാണാൻ പറഞ്ഞാൽ അപ്പൊ നോക്കുക, വി ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഡയറക്റ്റ് എഴുതാം. ഇവിടെ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ വി ബൈ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ 1/8 എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലും നമുക്ക് ഒരു രീതി ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇതപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഓർത്തേക്ക് ഈ ഗ്രാഫ് ഞാൻ വീണ്ടും വെച്ചു. രണ്ടാമത്തെ ഒരു വഴി. ഇപ്പോൾ ആദ്യത്തെ ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ചു. അതിൽ ഏതെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡുകളും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് അത് ഉപയോഗിക്കുക. ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ പല കുട്ടികൾക്കും പല രൂപത്തിലായിരിക്കും അറിയുക. അപ്പൊ അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ എന്താണ് ഇവിടെ കൊടുത്തത്? രണ്ടാമത്തത് ഗ്രാഫ്, അതേ ഗ്രാഫിനെ എടുത്തു, ഞാൻ 2 ഭാഗങ്ങളാക്കി തിരിച്ചു. എന്ത് ചെയ്തു? ആദ്യം എന്ത് കാണണം? ടി കാണണം. പീരിയഡ് കാണുന്നു എന്ന് വിചാരിക്കുക. ടി എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷന് വേണ്ട ടൈമാണ്. ടി എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ തരംഗത്തിന് വേണ്ട സമയമാണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണ്ടെത്താൻ പറ്റും. നോക്കിക്കോളൂ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷനായി. അപ്പൊ സമയം എത്ര? 8. മനസ്സിലായോ? ഒരൊറ്റ വേവിന് വേണ്ട ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരിയഡ് എന്ന് പറയുക. ഒരൊറ്റ ഒരൊറ്റ ഓസിലേഷൻ ടൈം എന്താണ്? ടൈം ഫോർ 1 ഓസിലേഷൻ. ഒരു ഓസിലേഷന് വേണ്ട ടൈം. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഇതാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ്. എത്ര ഈസിയിലെ ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒരൊറ്റ വേവിന്റെ ഈ ഒരു സമയം കിട്ടിയാൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നോക്കിക്കോട്ടെ. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുക, ഒരൊറ്റ വേവ്. ഞാൻ ഒന്ന് സൂം ചെയ്യാതെ നോക്കിക്കോളും. ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. അപ്പോൾ ടൈം എത്ര? 1 സെക്കൻഡ്. അപ്പോൾ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. സിമ്പിൾ ആയില്ലേ? ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇപ്പോൾ ടി കിട്ടി. ഇപ്പോൾ ഏതാ കിട്ടിയ? ടി കിട്ടി. ഇനി അടുത്ത നമുക്ക് ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി കാണാൻ എഫ് ഈക്വൽ ടു നേരെ എന്ത് ചെയ്യാം? നമുക്ക് 1/, നേരത്തെ പോലൊക്കെ ചെയ്യാം. അപ്പോൾ 1/t എന്ന് എടുത്തു വിചാരിക്കുക. 1/t ആണെങ്കിൽ 1/t എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ ടു 1/8 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര കിട്ടും അറിയോ? 0.125 ഹെഡ്സ് എന്ന് കിട്ടും. ചില ആളുകൾക്ക് ചിലപ്പോൾ ഈസി എന്തായിരിക്കും? ആ 1-നെ 8 കൊണ്ടായിരിക്കും. 1-നെ 8 കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഹരിക്കാനും നിൽക്കണില്ല. 1 8 പോവില്ല. 0.8 0. 10 8 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം. 1 8 8 കുറയ്ക്കുക. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാം? ആ ആൻസർ കിട്ടുന്നത്. അപ്പോൾ അപ്പോൾ ആദ്യത്തെ ചിത്രത്തിന്റെ ഫ്രീക്വൻസി കിട്ടി, ടൈം കിട്ടി, ഒറ്റയടിക്ക് തന്നെ കിട്ടി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി കാണാൻ വേറൊരു ഈസി മെത്തേഡും കൂടി ഉണ്ട്. ഫ്രീക്വൻസി കാണാൻ ഒരു മെത്തേഡും കൂടി ഉണ്ട്. എന്താണ്? എഫ് ഈക്വൽ ടു n/t. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? 1 2 3 തരംഗത്തിന് എത്ര സമയം വന്നു? 24 സമയം. 3 വേവ് ഉണ്ടാകാൻ 24 സെക്കൻഡ് എടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ് ഒറ്റ ഡയറക്റ്റ് ആയിട്ട് എടുക്കുക. എഫ് ഈക്വൽ ടു 3 തരംഗം ഉണ്ടാവാൻ 24. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 3/24. ഇതാണ് നമുക്ക് നേരത്തെ 1/8 എന്ന് കിട്ടിയത്. അപ്പോൾ വേവ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ എത്രയാണ്? ഇവിടെ നോക്ക്. 1 വേവ്, 2 വേവ്, 3 വേവ്, 4 വേവ്, 5 വേവ്, 6 വേവ്. 6 വേവിന് 6 സെക്കൻഡ് എടുത്തു. അപ്പോൾ 6/6 ഈക്വൽ ടു 1 ഹെഡ്സ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ 1 ഹെഡ്സ്. അത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഇതിൻ്റെ ലാംഡ കണ്ടെത്തണം. അത് ലാസ്റ്റ് പോയിന്റ് ആണ്. ലാംഡ കണ്ടെത്തുക. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അവിടെ ലാംഡ കണ്ടെത്തുമ്പോൾ v/f. വി എന്ന് പറഞ്ഞാൽ 3.2 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നേരത്തെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എഴുതി കേട്ടോ. ഇനി എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 0.125. ഇതിനെന്ത് ചെയ്യുക? ഹരിക്കുക. അപ്പോൾ ഇതിനെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഹരിക്കാൻ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഈസി. അപ്പോൾ ഇവിടെ 125 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 1000 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ചെയ്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും?
25.6 മീറ്റർ. അപ്പോൾ ഇങ്ങനെ ഹരിക്കലാണോ നിങ്ങൾക്ക് ഈസി, അതോ നേരത്തെ പോലെ ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്, വി എന്ന് പറഞ്ഞാൽ 3.2 ബൈ എഫ് എന്ന് പറഞ്ഞാൽ 1/8, അത് തിരിച്ചിടുമ്പോൾ 3.2 ഇൻറ്റു 8/1, അതായത് 3.2 ഇൻറ്റു 8, ഇതെല്ലാം ഒന്നുകൂടി ഈസി അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് 1/8 എന്നുള്ളത് ഡിവിഷൻ ചെയ്തിട്ട് കറക്റ്റ് ഒരു ആൻസർ എഴുതാഞ്ഞത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഈസി മെത്തേഡ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഒന്നുകൂടി ഈസി ഇതാവും തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ നമുക്ക് എന്ത് ഇതേപോലെ കാണാം, ഇതേപോലെ കണ്ടുകൂടെ. നേരത്തെ ചെയ്തായതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ പറയാൻ കേട്ടോ. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്, വി എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പറ്റുള്ളൂ. അതിന് ഇനി വേറെ മെത്തേഡ് ഒന്നും കേട്ടോ. 3.2 ബൈ എഫ് എന്ന് പറഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു 3.2 ലാംഡ ആയതുകൊണ്ട് മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യം. അപ്പോൾ നോക്കുക, ഈ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു, 2 രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈസി ആയിട്ടുള്ള രീതി ഏതാണോ അത് മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം പല വഴികളാണ്, പക്ഷെ ആൻസർ ഒന്നേ പാടുള്ളൂ മക്കളെ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം കാണുക. കണ്ടിങ്ങനെ വെച്ചാൽ ജസ്റ്റ് കണ്ടുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും പഠിക്കാൻ പറ്റും മക്കളെ. വരുന്ന പരീക്ഷയ്ക്ക് ഇതേപോലുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും വരും. ഇനി ഈ ചാപ്റ്ററിൽ വേറെ ഏത് പ്രോബ്ലങ്ങളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യാം. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഇത് കാണുക, ഇത് ചെയ്ത് പഠിക്കുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക മക്കളെ. ഓക്കെ, അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകൾ അടിപൊളിയാക്കണം. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്.